ഭക്തിയുടെ പരകോടിയിൽ രഥത്തിലേറി അമ്മ മൂകാംബികയുടെ പുഷ്പരഥോത്സവം. മലയാളികളടക്കം പതിനായിരങ്ങളാണ് ഈ പുണ്യ ചടങ്ങിന് സാക്ഷിയാകാൻ അമ്മയുടെ തിരുമുന്നിൽ എത്തിയത്. മൂകാംബികയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രഥോത്സവം കഴിഞ്ഞിരിക്കുകയാണ്. വലിയ നിയന്ത്രണങ്ങൾ തന്നെയായിരുന്നു ഇക്കുറി രഥോത്സവത്തിന് ഒരുക്കിയിരുന്നത്. കാരണം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ഭക്തജന പ്രവാഹമായിരുന്നു ക്ഷേത്രത്തിന് ഉള്ളിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തരെ പൂർണ്ണമായും നിയന്ത്രിച്ച് മാത്രമാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് കടത്തിവിടുകയും ചെയ്തിരുന്നത്. എന്തായാലും മലയാളികളടക്കം പതിനായിരങ്ങളാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇന്നത്തെ ദിവസം എത്തിയിരുന്നത്. എന്തായാലും ആ രഥോത്സവം കഴിഞ്ഞ് ഏറ്റവും ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പുണ്യമായ ഒരു നിമിഷമായിരുന്നു അത്. എന്തായാലും അത് കാണാനായി എന്നത് ഒരു വലിയ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായി തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം മൂകാംബിക അമ്മയുടെ സന്നിധിയിലേക്ക് ഒരാൾക്ക് വരണമെന്ന് വിചാരിച്ചാൽ വരാൻ പറ്റില്ല എന്നാണ്. അമ്മ വിളിച്ചാൽ മാത്രമേ ഈ സന്നിധിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് വിശ്വാസം. ഇന്നലെ തന്നെ ഞാനിവിടേക്ക് വരാൻ അവസാന നിമിഷമാണ് തീരുമാനിക്കുന്നത്, വരാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ വർഷവും പറ്റാവുമ്പോഴൊക്കെ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയെത്താറുണ്ട്. വല്ലാത്തൊരു അനുഭൂതിയാണ്. പ്രത്യേകിച്ച് വലിയ മഴ പെയ്യുന്നു, അവിടെ രഥം അമ്മ പുറത്ത് അമ്മയുടെ രഥത്തിലുള്ള എഴുന്നള്ളത്ത് നടക്കുന്നു. വല്ലാത്തൊരു അനുഭവമാണ്. ഭക്തജനങ്ങളുടെ മനസ്സിൽ ഒരു ആനന്ദ നിർവൃത്തി തന്നെയാണ് ഈ സാഹചര്യം എന്ന് പറയുന്നത്. പതിനായിരക്കണക്കിന് പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തിരക്ക് കാരണം പല ആളുകളെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കുറച്ച് പേരെ മാത്രമേ, പ്രത്യേകിച്ച് കരൂർ ദുരന്തമൊക്കെയുള്ള സാഹചര്യത്തിൽ റെസ്ട്രിക്റ്റഡ് എൻട്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എത്രയോ ആയിരങ്ങൾ പുറത്ത് കാത്തു നിൽക്കുകയാണ്. എന്തായാലും വലിയ ഹൃദയം നിറയുന്ന അനുഭൂതിയാണ്. അമ്മ വിളിച്ചു ഈ മണ്ണിലേക്ക് എത്താൻ പറ്റി. അതോടൊപ്പം തന്നെ ഏറ്റവും പുണ്യമായ ആ ഒരു പുഷ്പരഥോത്സവം കൂടി കാണാൻ പറ്റി. അത് ഒരു ഭക്തനെ സംബന്ധിച്ചോളം, അമ്മയുടെ ഒരു മകനെ സംബന്ധിച്ചോളം അത് തന്നെയല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം? തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ദിവസം മൂകാംബിക അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ഈ നവരാത്രി കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം ഈ പറയുന്ന പുഷ്പരഥോത്സവം നടക്കുന്ന ദിവസം ഇവിടെ എത്തുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. എല്ലാ പ്രേക്ഷകർക്കും, ജനടിയുടെ എല്ലാ പ്രേക്ഷകർക്കും നവരാത്രി ആശംസകൾ നേരുകയാണ്. എല്ലാവരും ഈ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അവസ്ഥ, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എല്ലായിടങ്ങളിലും ദേവീ മന്ത്രസ്തുതികളാൽ നിറയുന്ന ആ ഒരു അന്തരീക്ഷമായിരുന്നു ക്ഷേത്ര സന്നിധിയിലൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ രഥോത്സവത്തിന് ശേഷം ഈ ഭക്തരെ ഓരോന്നായി പുറത്ത് ഒരുപാട് ഭക്തരുണ്ടായിരുന്നു. ഈ രഥോത്സവം ഒക്കെ തന്നെ കാണാൻ പറ്റാതെ ഒരുപാട് ഭക്തരുണ്ടായിരുന്നു. അവർക്ക് എന്തായാലും ദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ ഒരു ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.